രേഖപ്പെടുത്തുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അഭിവാദ്യങ്ങൾ. സ്ട്രീം ഹബ് അതൊരു സയൻസ് ലാബാണ്. ഈ സയൻസ് ലാബിന്റെ ധനസഹായം നൽകിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്. ഇവിടെ അതിനു വേണ്ടുന്ന ഭൗതിക സാഹചര്യം ഒരുക്കിയത് സ്കൂൾ അധികൃതരാണ്. 2 ക്ലാസ് മുറികളിൽ വരുന്ന 800 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് കണ്ടും അറിഞ്ഞും പരീക്ഷിച്ചും നിരീക്ഷിച്ചും വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുള്ള ഒരു ലാബാണ്, അല്ലെ ഒരു ഹബ്ബാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത് ഹബ്ബ് എന്ന് പറയുന്നത്? ഈ സ്കൂളിന് മാത്രമല്ല ഇത് ഉപകരിക്കുന്നത്. സമീപത്തുള്ള സ്കൂളുകൾക്കും സബ് ജില്ലയിലെ സ്കൂളിലെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരിശീലനം നൽകുന്നതിന് ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ സബ് ജില്ലയിലെ സയൻസ് ലാബുകളുടെ ഒരു ഹബ്ബായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഒരു കോർഡിനേഷൻ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ഇപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, ഈ സമീപത്തുള്ള സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നിങ്ങളുടെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ചരിത്ര സന്ദർഭത്തിന്, ചരിത്ര കാര്യത്തിന് നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മുടെ മുൻ മന്ത്രിയും വിദ്യാഭ്യാസ വിചക്ഷണനും കൃത്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. ദീർഘകാലം സെന്റ് ജോൺസ് കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായി വർക്ക് ചെയ്തിട്ടുള്ള രവീന്ദ്രനാഥ് മാഷെ സംബന്ധിച്ചിടത്തോളം ഒരു ലാബിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന് വിളിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇതിനേക്കാളും മഹാനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതിനേക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടാവില്ല എന്നുറപ്പാണ്. അത് കഴിഞ്ഞ 5 വർഷത്തെ തൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന പ്രവർത്തന കാലയളവിൽ നാം നേരിട്ട് അനുഭവപ്പെട്ടതുമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്ര മാഷിന്റെ വാക്ക് കേൾക്കാൻ നമ്മളൊക്കെ കാതോർത്തിരുന്നവരാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം എന്ന ഒരു വാക്ക് ആരുടെയും മറവിയിൽ പെട്ടുപോകാത്തതുമാണ്. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അടക്കം പഠിക്കുന്ന കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒഴുകിയപ്പോൾ നമ്മളൊക്കെ, പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ വളരെയധികം ആഹ്ലാദിച്ചതുമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അധികം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സമയം ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. രാവിലെ 8:30 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തും. പോകുന്നത് രാത്രി 10-10:30 മണിക്കാണ്. ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട്, ഓരോ കാര്യത്തിലും കണ്ണ് നട്ടുകൊണ്ട് എന്താണ് തൻ്റെ വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥനും ചെയ്യുന്നത്, എന്താണ് ഓരോ ടീച്ചറുടെയും അല്ലെ എപ്പോയിന്റിയുടെയും പരിദേവനങ്ങൾ എന്ന് അറിഞ്ഞുകൊണ്ട് ഓരോന്നും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് ഉത്തരവുകൾ ഇറക്കിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷത്തെ ആ ഒരു പ്രവർത്തനം കാണിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കാനും അതൊരു കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ടായിരിക്കും കേരളത്തിലെ വിദ്യാലയങ്ങൾ ഇത്ര ഉന്നതിയിലേക്ക് ഉയർന്നത്. അതുവരെ പൊതുവിദ്യാഭ്യാസം അത്രയത്തോളം ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളുകൾ മാറ്റിക്കൊണ്ടാണ് ആദ്യം തുടങ്ങുന്നത്. 5 കോടി രൂപ കൊടുത്തുകൊണ്ടും 3 കോടി രൂപ കൊടുത്തുകൊണ്ടും
1 കോടി രൂപ കൊടുത്തുകൊണ്ടും ഗവൺമെന്റ് സ്കൂളുകളെ ഉന്നതിയിലേക്ക് എത്തിക്കുമ്പോൾ സാധാരണ മാനേജ്മെന്റുകൾക്കും പിന്നെ നിൽക്കക്കള്ളിയില്ലാതായി മാറി ഗവൺമെന്റ് സ്കൂളുകളെ പോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളും മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജർമാർ തന്നെ പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനനുസരിച്ച് ഒരു ചെറിയ ഇൻസെൻറ്റീവും കൊടുത്തിട്ടുണ്ടായിരുന്നു, ചലഞ്ച് ഫണ്ട് എന്നുള്ള രീതിയിൽ. 2017 ബജറ്റിൽ 50 കോടി രൂപ നീക്കി വെച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ 23.5 കോടി രൂപ ഏറ്റെടുക്കാൻ മാത്രമേ മാനേജ്മെന്റുകൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖകരമായ സത്യം. പക്ഷെ പിന്നീട് ആ ചലഞ്ച് ഫണ്ട് അതോടുകൂടി മതിയാക്കി. കാരണം ബജറ്റിൽ വെച്ച പൈസ ഏറ്റെടുക്കാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയിൽ പിന്നീട് അത് സർക്കാരിന് തുടരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ആ ഫണ്ട് നിർത്തലാക്കിയത്. അങ്ങനെ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയും ഒരു യജ്ഞം തന്നെ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ മെച്ചപ്പെട്ടതാണ്. നമ്മുടെ സരസ്വതി വിജയ UP സ്കൂളായാലും ഗുരുദേവ സ്മാരക UP സ്കൂളായാലും അങ്ങനെയുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ നമ്മൾ പരിശോധിച്ചാലും ഈ ഒരു കാലഘട്ടത്തിൽ മെച്ചപ്പെട്ട സ്കൂളുകളാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരാളെ തന്നെ നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടി എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. രവീന്ദ്രൻ മാഷെ ഈ യോഗത്തിലേക്ക് ഈ നാടിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ലാബ് ആരംഭിക്കുന്നു. നേരത്തെ ഇവിടെ ദിനേശ് മാഷ് സൂചിപ്പിച്ചു, ഈ സ്കൂളിലെ മാത്രമല്ല ചുറ്റുമുള്ള പല സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും ഈ ലാബ് ഉപയോഗിക്കാം എന്ന്. എങ്ങനെയാണ് ലാബ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനെ അഭിമുഖീകരിക്കാൻ. അതുകൊണ്ട് ഒരു ലബോറട്ടറി, ഒരു ശാസ്ത്ര ലാബ് ആരംഭിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് എന്നെല്ലാവരും തിരിച്ചറിയണം. ഇതിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഒരു ക്ലാസ് ആണെങ്കിൽ മണിക്കൂറുകൾ എടുക്കാവുന്നതുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു ശാസ്ത്ര ലാബ് ഒരു കോമൺ ആയിട്ട്, ഒരു പൊതു ഹബ്ബായിട്ട് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമൂഹത്തിൽ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ കുറവ് എന്താ എന്ന് ചോദിച്ചാൽ പലതും പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശാസ്ത്രബോധമില്ലായ്മയാണ്. അതുകൊണ്ട് ശാസ്ത്രബോധം വളർത്തുവാൻ ഈ ലാബ് ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ശാസ്ത്ര ലാബിന്റെ ലക്ഷ്യം ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുത്തരം പറയാം. അതിനു മുമ്പ് നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നു അന്ധമായ വിശ്വാസം എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ശാസ്ത്രബോധമില്ലായ്മയാണ്. തിരിച്ചു പറയാം, ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ കുറെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. അപ്പോഴാണ് ഒരു സമൂഹം മുന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റുക. നിലവിലുള്ള പല മൗലികമായ ചിന്തകളിൽ നിന്നും പുരോഗമനപരമായ ചിന്തയിലേക്കുള്ള മാറ്റത്തെയാണ് വളർച്ച എന്ന് പറയേണ്ടത്. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ, പാലും മുട്ടയൊക്കെ കഴിച്ചാൽ, പ്രായമായാൽ നമ്മൾ വളരും. അത് വളർച്ചയാണ്, സാധാരണ വളർച്ചയാണ്, ബൗദ്ധിക വളർച്ചയല്ല. ഒരു സമൂഹം ബൗദ്ധികമായി വളരണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള കുറവുകളൊക്കെ പരിഹരിച്ച് കുറെ കൂടി ശാസ്ത്രബോധമുള്ള ഒരു ജനതയായിട്ട് മാറണം. അതിന് ലോകത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം കേരളമാണ്. കേരളം എന്തുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതിന് ഒരു ഉത്തരം ശാസ്ത്രബോധം വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും
അന്ധവിശ്വാസങ്ങളും മൗലിക ചിന്തകളും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ശാസ്ത്രബോധം വളർത്തി അവയെല്ലാം ഇല്ലാതാക്കി സമൂഹം വൈജ്ഞാനിക ലോകത്തേക്ക് കുതിക്കണം. ഓരോ കുട്ടിയുടെയും ബ്രെയിനിന്, തലച്ചോറിന് ചിറക് വെപ്പിക്കണം എന്ന് പറയും. ചിന്തയ്ക്ക് ചിറക് വെപ്പിക്കണം എന്ന് മറ്റൊരു ഭാഷ പറയും. അങ്ങനെ ചിന്തയ്ക്ക് ചിറക് വെക്കുമ്പോഴാണ് ചക്രവാളത്തിലേക്ക് കുതിച്ച് ഉയരുവാൻ അവർക്ക് കഴിയുക. അതിനു വേണ്ട ശാസ്ത്രബോധമാണ്. ശാസ്ത്രബോധമില്ലാത്തൊരു ജനത അങ്ങനെ നിന്നെടുത്ത് ഇങ്ങനെ നിൽക്കുകയുള്ളൂ, മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഈ ലാബ് വളരെ പ്രസക്തമാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഒഴിവുള്ളപ്പോൾ നമുക്ക് 2-3 മണിക്കൂർ ക്ലാസ് എടുക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ചില സൂചന 1-2 പറയാം. ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിവരം അല്ല. ഞാൻ ഒന്നുകൂടി പറയാം. ശാസ്ത്രവിവരമല്ല, ശാസ്ത്രബോധം. വിവരം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഇൻഫർമേഷൻ എന്നാണ്. അറിവ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നോളജ് എന്നാണ്. പലപ്പോഴും ഇൻഫർമേഷനും നോളജും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയൊക്കെ പറയാറുണ്ട്. 5 മിനിറ്റ് മക്കളെ, ഇപ്പം നിൽക്കാം കേട്ടാ. അങ്ങോട്ട് നോക്ക്, കൊച്ചു ചോദ്യം ചോദിക്കാം കേട്ടാ. ഇപ്പം ചോദിക്കാം. അതിനുമുമ്പ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇപ്പം എന്താ പറഞ്ഞേ, മനസ്സിലായോ? ഇല്ല, അങ്ങോട്ട് നോക്കൂ, അവര് നോക്കൂട്ടെ. ഹലോ, അവര് നോക്കിക്കോളും. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ? വിവരമല്ല, പറയും അറിവ്. പലപ്പോഴും ഇത് രണ്ടും അങ്ങോട്ടും മിക്സ് ചെയ്ത് ഇങ്ങനെ പറയും. ഇൻഫർമേഷൻ അല്ല, നോളജ്. നമുക്ക് വേണ്ടത് നോളജാണ്, അറിവാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതിനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഏകദേശം മനസ്സിലാവും, പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. മക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഒറ്റ ആളുകൾ തെറ്റരുത് കേട്ടോ ഉത്തരം. ഉറപ്പ്? മുല്ലപ്പൂവിന്റെ നിറം എന്താ? ഉറക്കെ പറയൂ, വലിയവരും പറയൂ. എന്താ നിറം? ചോപ്പാ? അവർക്ക് ചോപ്പാന്ന് ആണോ? അല്ല. ചിലർക്ക് അതിന് ഉത്തരം പറയാൻ ഒരു മോശം തോന്നി, കാരണം ഇത്രയും വലിയൊരു ഇത്ര ചെറിയ ചോദ്യം ചോദിച്ചത്. എല്ലാവർക്കും ശരിയായ, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. 100% മാർക്ക്, ഫുൾ A+. ഇതാണ് ഇപ്പം കിട്ടുന്നത്. ഈ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാം. അതിനെല്ലാവരും മിണ്ടാണ്ടിരുന്നവരൊക്കെ ഉത്തരം പറയണം കേട്ടോ. എന്താ മുല്ലപ്പൂവിന് വെള്ള നിറം? എന്തായാലും മിണ്ടാത്ത? അതാണ് വ്യത്യാസം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യത്യാസം. മുല്ലപ്പൂവിന് വെള്ള നിറമാണെന്നുള്ളത് ഒരു ഇൻഫർമേഷനാണ്. പ്രകൃതി, ഇങ്ങോട്ട് നോക്കൂ മക്കളെ, പ്രകൃതിയിലേക്ക് നോക്കി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരമാണ്. അച്ഛനമ്മമാർ സംസാരിച്ചതിൽ നിന്നും കൂട്ടുകാർ സംസാരിച്ചതിൽ നിന്നും നമ്മുടെ മുന്നിലുള്ള പൂവ് വെള്ളയാണ് എന്ന് നമുക്കൊരു വിവരം കിട്ടി. ഒരു വിവരം കിട്ടി. അത് വിവരമാണ്, ഇൻഫർമേഷനാണ്. എന്താ മുല്ലപ്പൂവിന് വെള്ള നിറം എന്നതിന് ഉത്തരം ആരും പറഞ്ഞില്ല. അറിയായിരിക്കും. അപ്പൊ ഞാൻ പറയും വിവരേ ഉള്ളൂ, അറിവില്ല എന്ന് പറയും. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ വിചാരിച്ച നിവൃത്തിയില്ല. മനസ്സിലാ എന്താണ് പറഞ്ഞത്? വിവരേ ഉള്ളൂ, അറിവില്ല. ഇതാ വ്യത്യാസം. ഇതാണ് ശാസ്ത്ര പഠനത്തിന്റെ ഫിലോസഫി. ശാസ്ത്രം പഠിക്കുന്നത് വിവരം ശേഖരിക്കാനല്ല, ആദ്യമായി അറിവ് ഉണ്ടാവാനാണ്. അറിവ് വിജ്ഞാനമാകാനാണ്. വിജ്ഞാനം ജ്ഞാനമാകണം. 4 തലങ്ങളുണ്ട് പഠനത്തിന്. 1 വിവരം, 2 അറിവ്, 3 വിജ്ഞാനം, 4 ജ്ഞാനം. ഈ തലങ്ങളിലൂടെ ബ്രെയിൻ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തലം
അതായത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ബ്രെയിൻ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അറിവ് പൂർണ്ണമാവുക. അതുവരെയൊക്കെ വിവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വിവരത്തെ അറിവാക്കുന്ന പ്രക്രിയ, എല്ലാവർക്കും ഉത്തരം മനസ്സിലുണ്ടെങ്കിൽ ഒക്കെ മനസ്സിൽ വെച്ചോളൂ കേട്ടോ. വിവരം അറിവാക്കുന്ന പ്രക്രിയ ലബോറട്ടറിയിൽ നടക്കേണ്ടതാണ്. ഇതാണ് ലാബ്. വിവരം അറിവാക്കുന്ന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അന്വേഷണമാണ്. അന്വേഷണം നടത്തുന്നത് പ്രധാനമായും ലാബിലാണ്, ക്ലാസ്സിലല്ല. ക്ലാസ്സിൽ നടത്താം, പക്ഷേ ക്ലാസ്സിൽ നടക്കുന്നതിനേക്കാൾ ചടുലമായി അന്വേഷണം നടക്കുന്ന ലബോറട്ടറിയിലാണ്. ഈ രീതിയിൽ വേണം ലാബിനെ കാണാൻ. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുല്ലപ്പൂവിന്റെ നിറം എന്താ വെള്ളയാവാൻ കാരണം എന്നതിന് ഉത്തരം. ഞാൻ ഏത് ഷർട്ട് ഇട്ടേക്കണേ? എന്റെ നിറം എന്താ? ഷർട്ടിന്റെ നിറം ഗ്രീന്. ആ ശരിയാ, ഗ്രീനും ബ്ലാക്കും ചേർന്ന് അല്ലേ? ഉറപ്പല്ലേ? അധ്യക്ഷനെ കണ്ടോ? വൈസ് പ്രസിഡന്റ് അധ്യക്ഷൻ കണ്ടോ? ഇപ്പൊ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് കണ്ടോ? എവിടെ ഇരിക്കണേ? നടുക്കിരിക്കണേ വൈസ് പ്രസിഡന്റ് അധ്യക്ഷൻ. എന്ത് ഷർട്ട് ഇട്ടേക്കണേ? എന്ത് നിറം? ആ ബ്ലാക്ക്. എന്റെ ഇപ്പുറത്തുള്ള ആളാ വൈറ്റ്. കണ്ട? കൃത്യോത്തരം. എല്ലാവർക്കും പറയൂ, എല്ലാവർക്കും വിവരമുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ, അത് വൈറ്റ്. വിവരമുണ്ട്. യെസ്. ഇതുമ്മ വീഴുന്ന സൂര്യരശ്മി തന്നെയല്ലേ അതുമേ വീഴുന്നത്? അതെ. ഇത് രണ്ടും കാണണത് ഒരേ കണ്ണുകൊണ്ടല്ലേ? എന്നിട്ട് എന്തേ ഇത് പച്ച അത് വെള്ള? ഇപ്പൊ എല്ലാവരും പറഞ്ഞ ദിനേശ് മാഷ് ഇയാളെ എവിടെന്നാ കൊണ്ടുവന്ന് എന്നുള്ള മട്ടിലാണ് കേട്ടോ. ഇതാണ് ശാസ്ത്ര പഠനത്തിന്റെ വ്യത്യാസം. അപ്പൊ ഇതെന്താ മറ്റേ കറുത്തത്, അതെന്താ വെള്ള? ആ ചോദ്യത്തിൽ നിന്നാണ് വിവരം പറയൂ അറിവായിട്ട് മാറുക. ആ അന്വേഷണം അങ്ങ് പുരോഗമിച്ചു പോയാൽ അതിന് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടുന്നത് വിവരല്ല, എന്താണ്? അറിവാണ്. ഇതാണ് വ്യത്യാസം. മോളൊക്കെ മനസ്സിലായത്? ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ വിവരമുണ്ട്. എല്ലാവരും ശാസ്ത്രം പഠിച്ചു എന്ന് ഇൻവെർട്ടഡ് കോമയില് എന്താണ് പറയുകയും ചെയ്യുക അല്ലേ? ശാസ്ത്രം പഠിച്ചിട്ട് BSc ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ടാവും. ശാസ്ത്രം പറയൂ പഠിച്ചു. പക്ഷെ എന്താ ഇത് പച്ച, അതെന്താ വെള്ള? ഒരേ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഉത്തരം പറയാൻ കിട്ടണില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, 2 ഗ്ലാസ് വെള്ളം. നോക്കൂ, 2 ഗ്ലാസ്. മക്കളും കൂടെ നോക്ക്. 2 ഗ്ലാസ് വെള്ളം, ഒരേ അളവ് വെള്ളം. ഒരെണ്ണത്തില് 1 സ്പൂണ് ഉപ്പിട്ടു. ഉപ്പ് ഇളക്കി. പറയൂ ഇളക്കി. പറയൂ ഇളക്കി എന്ന് പറയാനല്ല പറഞ്ഞ. ഇളക്കുമ്പോൾ എന്തുണ്ട്? ഉപ്പതിൽ ലയിച്ചു പോയി. അതേ ഗ്ലാസ്സിൽ അത്രയും തന്നെ വെള്ളത്തിൽ അതിനേക്കാൾ ചെറിയ മണൽത്തരി ഇട്ടു. ഇളക്കി. പറയൂ പറക്കി. അലിയില്ല. ഇതെല്ലാവർക്കും അറിയാം. അതിന്റെ വാക്കാണ് നേരത്തെ പറഞ്ഞത്. എന്ത്? വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ. എന്താ? ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞ് അതിനേക്കാൾ ചെറിയ കഷ്ണമായ മണല് എന്തേ അതേ വെള്ളത്തിൽ അലിയാഞ്ഞ്? അതറിവാണ്. ഇതുണ്ടാവുമ്പോഴേ ശാസ്ത്ര പഠനമാവുള്ളൂ. ഈ അറിവ് ഉൽപ്പാദിപ്പിക്കുമ്പോഴേ ശാസ്ത്ര പഠനമാവുള്ളൂ. അല്ലെങ്കിൽ ശാസ്ത്ര വിവരശേഖരണമാകും. നമ്മുടെ പരീക്ഷ ശാസ്ത്ര വിവരശേഖരണം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ്. അപ്പൊ മാർക്കൊക്കെ കിട്ടും. കാരണം അന്വേഷണം എന്താ? വിവരമുണ്ടോ എന്നാണ്. വിവരം പറഞ്ഞു കൊടുക്കും, മാർക്കും കിട്ടും. അവിടെയാണ് ശാസ്ത്രബോധത്തിന്റെ കുറവ് സമൂഹം അനുഭവിക്കുന്നത്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. ഒക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പൊ ഞാൻ 2-3 എണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരെണ്ണം കൂടി ചോദിക്കട്ടെ.
ചോദ്യത്തിന് ഉത്തരം പറയണം കേട്ടാ. ഉറപ്പല്ലേ? Yes. മഴവില്ലിന് എത്ര നിറമുണ്ട്? മഴവില്ലിന് എത്ര നിറമുണ്ട്? ഉറക്കെ പറയൂ. ഈ മുമ്പിലിരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഫുൾ മാർക്ക്. +2 കഴിഞ്ഞവർക്കൊക്കെ 0 മാർക്ക്. കേട്ടുക? മോളക്ക് ഫുള്ള്, ഈ മോളക്ക് ഫുള്ള്, എല്ലാവർക്കും ഫുള്ള്. പക്ഷേ +2 കഴിഞ്ഞവർക്ക് 0 മാർക്ക്. എന്ന് പറഞ്ഞാൽ 7 അല്ല എന്നർത്ഥം. 7 അല്ല. ഇപ്പൊ നിങ്ങൾക്ക് മാർക്കുണ്ട്. പഠിച്ച് +2 ഒക്കെ കഴിയുമ്പോ മനസ്സിലാവുന്നതിൽ 7 അല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാ ശാസ്ത്രത്തിലേക്ക് വരുന്നത്. ഇത് തന്നെ ഈ ചോദ്യമാണ്. ഇതിനു വേണ്ടിയാ പറഞ്ഞത്. എത്രയാ? അടുത്തത് എന്താ? ഈ ഞാൻ പറഞ്ഞു, അന്വേഷണത്തിലൂടെയാണ് അറിവുണ്ടാവുക. ആരും ശ്രദ്ധിക്കില്ല. പിന്നെ എങ്ങനെയാ വിവരം അറിവായി മാറാനുള്ള വഴി? അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ ചോദ്യം മോള് പോർന്ന് എത്രയാ? അതിനെ വേണ്ടി. ഇനി ഇതെന്താ? എന്താ അങ്ങനെ? ഇത് ശാസ്ത്ര പഠനം. അങ്ങനെയൊന്നുമില്ല. മറ്റു ഭാഷ എന്താണ്? ഇതാണ്. അവിടെ നമ്മൾ അന്വേഷണം. ഇനി നിങ്ങളുടെ ഉത്തരം ശരിയാവാൻ ഞാൻ ചോദ്യം മാറ്റാം. ഉത്തരം ശരിയാവാൻ നോക്കൂ. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന എത്ര വർണ്ണങ്ങൾ മഴവില്ലിലുണ്ട്? ഇപ്പൊ കറക്റ്റാ. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന എത്ര വർണ്ണങ്ങൾ? 7. കറക്റ്റാണ്. 10ാം ക്ലാസ്സുകാർക്കും 1ാം ക്ലാസ്സുകാർക്കും MSCക്കാർക്കും മാർക്ക് ഉള്ള. ആരോട് ഇതൊക്കെ പറയണേ? കേൾക്കണ്ടോ? മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വർണ്ണങ്ങൾ പലതും എവിടെയുണ്ട്? ഈ മഴവില്ലിലുണ്ട്. റെഡ് എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ഫാർ ഇൻഫ്രാറെഡ് ഉണ്ട്. വയലറ്റ് എന്ന് പറയുന്നതിന്റെ ഇപ്പുറത്ത് അൾട്രാ വയലറ്റ് ഉണ്ട്. എക്സ്റേസ് ഉണ്ട്. ഗാമ റേസ് ഉണ്ട്. ഒരുപാട് രശ്മികളുണ്ട് ഈ കാണുന്നതില്. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. രശ്മി എവിടെയുണ്ട്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രേ ഉള്ളൂ, 7 പക്ഷേ അവിടെ അതിനേക്കാൾ കൂടുതൽ രശ്മിയുണ്ട്. അപ്പോ ഞാൻ ഇതുപോലൊരു ക്ലാസ് എടുക്കുകയാണ്. ഒരു കുട്ടി എന്നോട് മാഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറയൂ. ചോദിച്ചത് മാഷ് പറഞ്ഞില്ലേ ഈ മഴവില്ലിൽ 7 അല്ല കുറെ വർണ്ണങ്ങളുണ്ടെന്ന്. അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്ന്. ഈ ഭൂമിയിൽ അതെല്ലാം കാണാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ചോദ്യമാണ്. കറക്റ്റ് ചോദ്യമാണ്. ഇതാണ് ശാസ്ത്രബോധം. അറിവിന്റെ തലത്തിലേക്ക് ഉയരാണ്. ഉണ്ട്. മനുഷ്യനെ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. കാണാൻ പറ്റുന്ന പല ജീവികളും ഇവിടെ ഉണ്ട്. ശബ്ദം, ഒരു ശബ്ദത്തിന്റെ മുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു ശബ്ദത്തിന്റെ കുറച്ച് കേൾക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അത് കേൾക്കാൻ പറ്റുന്ന ജീവികള് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനിതെല്ലാം സൂചിപ്പിച്ചത് കേവല പാഠപുസ്തകത്തിൽ നിന്നും കിട്ടുന്ന ആശയങ്ങൾ ശാസ്ത്രബോധം ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അതിൻ്റെ തുടക്കം വയ്ക്കുന്ന കുറെ ഇൻഫർമേഷനുകളാണ്, വിവരങ്ങളാണ്. ഇത് ബോധത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഉപകരണമാണ് ലബോറട്ടറി. അപ്പൊ ക്ലാസ്സിൽ പഠിച്ചത് ശാസ്ത്രബോധമാക്കാനുള്ള ഉപകരണമാണ് ലബോറട്ടറി എന്ന് തിരിച്ചറിഞ്ഞ് ലബോറട്ടറി ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അതിനാണ് കുറെ സ്കൂളുകളോട് വരാൻ പറഞ്ഞത്. പരീക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും പരീക്ഷണം നടത്തി മാർക്ക് കിട്ടാനുള്ള സ്ഥലം ഇവിടുത്തെ കുട്ടികൾ മാത്രം മതി. എല്ലാ കുട്ടികളും എല്ലാ ക്ലാസ്സിലെ എല്ലാ ടീച്ചർമാരെയും കൊണ്ടുവരൂ. അവിടെ വെച്ച് നമുക്ക് ഓരോ പഠിച്ച വിഷയങ്ങളുടെയും ബോധം, ശാസ്ത്രബോധം ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. എല്ലാത്തിനും ഉത്തരവുണ്ട്. അതിനുള്ള നേരത്തെ ഇവിടെ മോള് ചോദിച്ചതുപോലെ ചോദ്യം, അന്വേഷണം, ഇതാണ് ശാസ്ത്രബോധത്തിലേക്കുള്ള വഴി. ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ ചോട്ടിലിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആപ്പിൾ മരം താഴ്ത്തു വീണു. രവീന്ദ്രനാഥനാണ് അത് കണ്ടതെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക? കേട്ടില്ല. ആപ്പിൾ മരത്തിന്റെ മുകളിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീണു. രവീന്ദ്ര മാഷ അത് കണ്ടതെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ആപ്പിൾ എടുത്ത് തിന്നും. വേണ്ട, കറക്റ്റ്. എന്താ കാരണം? പൊട്ടനാണെന്നുള്ളത് അറിയാൻ, വിവരമില്ലാത്തവനാന്ന് അറിയാം. അതുകൊണ്ട്
ഒരു അന്വേഷണവും പറയൂ ഇല്ല. ഒരു വിവരേ ഉള്ളൂ. അതെന്താ? ആപ്പിള് പറയൂ കണ്ട തിന്നാനുള്ളതാന്ന് മാത്രമേ അത് വിവരമാണ്. ആപ്പിളാണെന്നും ഒരു വിവരം. അത് താഴോട്ട് മറ്റെന്താണ് മറ്റേ പഴുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല, താഴത്തേക്ക് വീഴും എന്നും അത് തിന്നാനുള്ളതാണെന്നുള്ള വിവരേ ഉള്ളൂ. പക്ഷേ ഐസക് ന്യൂട്ടൻ ശാസ്ത്രജ്ഞനായതുകൊണ്ട് ഇതെന്താ പറയൂ, ഇതെന്താ താഴേക്ക് വീണേ, മുകളിൽ ഒരു തടസ്സമില്ലല്ലോ, എന്തേത് മുകളിലേക്ക് പോവാഞ്ഞേ? ഇതാണ് അന്വേഷണം. അപ്പൊ ആപ്പിള് താഴേക്ക് വീഴുന്നു, ആപ്പിൾ വീഴുന്നു എന്നുള്ള ആ വിവരം എന്താ 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 എന്ന് അന്വേഷിച്ചപ്പോൾ ബോധമുണ്ടായി, ജ്ഞാനമുണ്ടായി. അതാണ് ഗുരുത്വാകർഷണം. നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവുക ഇല്ല. അപ്പൊ ശാസ്ത്രത്തിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാനുള്ള കുറെ വിവരശേഖരണം അല്ല. ഐസക് ന്യൂട്ടൻ എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നു എന്ന് ചോദിക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു ആപ്പിൾ എടുത്ത് മുകളിലേക്ക് വീക്കി ഉടനെ അവൻ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അങ്ങോട്ടും പോവല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ കുറത്തി പോകാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. അവിടെ അന്വേഷണം മൂർത്തമാവുകയാണ്. ഇത് എന്താ 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 താഴത്തേക്ക് വീണ്, എന്താ മുകളിലേക്ക് പോകത്തെ, എന്താ താഴത്തേക്ക് വീണ്, എന്താ മുകളിലേക്ക് പോകത്തെ. ആ അന്വേഷണമാണ് ഗുരുത്വാകർഷണത്തിലെത്തിയത്. അത് ജ്ഞാനമാണ്, അറിവിൻ്റെ മുകളിലുള്ളതാണ് ജ്ഞാനം. അപ്പൊ അവിടേക്ക് നമ്മുടെ തലച്ചോറിനെ എത്തിക്കാനാണ് അന്വേഷണ ഭാവം. അന്വേഷണ ഭാവം വികസിപ്പിക്കാനുള്ള സ്ഥലമാണ് ലബോറട്ടറി. ആ ലബോറട്ടറി കോമൺ ആകുമ്പോൾ പൊതു ഇടങ്ങൾ കൂടെ സൃഷ്ടിക്കുന്നു. അതിനൊരു കാൽപ്പനികതയല്ല, ഒരു സാംസ്കാരിക ഭാവം കൂടിയുണ്ട്. കൂട്ടായ്മ, പൊതു ഇടം എന്ന വലിയ ഒരു സാംസ്കാരിക ഭാവം കൂടിയുണ്ട്. അവനവനിടം എന്നിടത്ത് നിന്ന് ഞാനിടം എന്നിടത്ത് നിന്ന് ഞങ്ങളിടം എന്നുള്ളിടത്തേക്ക് മാറുകയാണ്. അതിനോട് കോമൺ ലാബ്. ഞാനിടത്തിൽ നിന്നും ഞങ്ങളിടത്തിലേക്കുള്ള മാറ്റം ഇന്നത്തെ കാലഘട്ടത്തിലെ സാംസ്കാരിക ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. സമയമില്ല. ഈ സ്ട്രീം ഹബ് സയൻസ് ലാബ് എന്താ ചെയ്യേണ്ടത്? ഈ ലാബ് ഉദ്ഘാടനം ഇതായിരിക്കുന്നു. നമസ്കാരം. താക്കോൽദാന ചടങ്ങുണ്ട്. അത് നിർവഹിക്കുന്നത് AO ബൈജു സാർ. വിനോദിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ബൈജു സാർ നമ്മെ അഭിനന്ദിക്കുന്നു. സ്വാഗതം പറഞ്ഞിട്ടുള്ള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് രവീന്ദ്ര മാഷയുടെ വിശദീകരിച്ച കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. തുടർന്ന് അംഗൻവാടി കുട്ടികളുടെ പരിപാടി ഇവിടെ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ MLA മോഹനാട്ടൻ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി കൂടി ഇവിടെ നടക്കുമെന്നതുകൊണ്ട് വിശദീകരിച്ച കാര്യത്തിലേക്ക് കടന്നു പോകുന്നില്ല. ശ്രീ രവീന്ദ്ര മാഷ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശാസ്ത്രബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ശക്തമാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ഒരു ഭാഗത്ത് വരുമ്പോൾ കുട്ടികളിലെ ശാസ്ത്രബോധവും അതുപോലെ തന്നെ യുക്തിയുടെയും വളർത്തി അവരെ ശരിയായ നിലയിലേക്ക് നയിച്ചു പോകുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളിപ്പം ജീവിക്കുന്നത് ഒരു ശാസ്ത്രയുഗത്തിലാണ്. ശാസ്ത്രയുഗം എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുണ്ടായ വളർച്ചയാണ് ഇന്ന് കാണുന്ന സമൂഹത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും പ്രധാനമെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു 3 നൂറ്റാണ്ട് കാലത്തെ ശാസ്ത്രമേഖലയുടെ വളർച്ചയെടുത്ത് പരിശോധിച്ചാൽ
നമ്മുടെ എല്ലാ മേഖലയിലും ശാസ്ത്രം അതിൻ്റെ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത്, കണ്ടുപിടുത്തങ്ങളുടെ ഒരു കാലത്ത് ഇന്ന് നമ്മൾ നേടിയിട്ടുള്ള വളർച്ച എന്നെല്ലാം പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഗതാഗത രംഗത്ത് ഉണ്ടായുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ഒരാൾ വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ഫ്ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ ഉൾപ്പെടെ, ഇതെല്ലാം കണ്ടുപിടുത്തത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് വന്നു ചേർന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ പുതിയ ഉപകരണങ്ങളെ കണ്ടുപിടുത്തം വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിൽ പലരും 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കുറച്ച് പേരുകൾ ശാസ്ത്ര പഠനത്തിലേക്കും, കുറച്ച് പേര് ആർട്സ് എന്ന് പറഞ്ഞ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലേക്ക്, കുറച്ച് പേര് ബിസിനസ് സംബന്ധമായ കൊമേഴ്സ് വിഷയങ്ങളിലേക്കും മാറപ്പെടുകയാണ്. ശാസ്ത്രം പഠിക്കുന്ന പല വിദ്യാർത്ഥികളും പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു സാമൂഹ്യ മനോഭാവമില്ലാത്ത ഒരുപാട് ശാസ്ത്ര വിദ്യാർത്ഥികളെയും ശാസ്ത്രബോധമില്ലാത്ത ഒരുപാട് ആർട്സ് വിദ്യാർത്ഥികളെയും ബിസിനസ്സിൽ മാത്രം താല്പര്യമുള്ള ഒരുപാട് കൊമേഴ്സ് വിദ്യാർത്ഥികളെയും നമ്മൾ ഓരോ വർഷവും നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ സാറിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, കൃത്യമായ ശാസ്ത്രബോധം ഇല്ലാതെ ശാസ്ത്രം പഠിക്കുന്നവരും ശാസ്ത്രം പഠിക്കാത്തവരൊരു ഭാഗത്ത്, പഠിക്കുന്നവരിൽ തന്നെ കൃത്യമായ ശാസ്ത്രബോധത്തോടു കൂടിയല്ല പഠിക്കുന്നത്. നമുക്കൊക്കെ 2 തരം വിശ്വാസങ്ങളാണ്. സ്കൂളിൽ നേടിയ ചില അറിവിലൂന്നിയുള്ള ചില വിശ്വാസങ്ങളും ചില അന്ധമായ ചില വിശ്വാസങ്ങളും. പലപ്പോഴും ഏറ്റവും നല്ല ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് പോലും ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ കൺഫ്യൂഷനാണ്, ഏതിൻ്റെ പിറകെ പോകണം. പലപ്പോഴും അവൻ്റെ അന്ധവിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കേരളത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ ഇവിടെ അത്തരം കാര്യങ്ങൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് കുട്ടികൾ ഒരുപാട് ഫാസ്റ്റാണ്. അവരുടെ ഭാഷയിൽ ഒരുപാട് വൈബൊക്കെയുള്ള ഏറ്റവും അത്യന്താധുനികമായ കുട്ടികളെയാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുണ്ടായ മാറ്റം ക്രമത്തിലുണ്ടായതാണ്. 2012 വരെ നമ്മളെപ്പോലെയുള്ള ആകാശവാണിയും ദൂരദർശൻ മലയാളം ചാനലും വർഷത്തിലൊരിക്കൽ റേഡിയോ നാടകോത്സവമൊക്കെ, അതുപോലെ ആഴ്ചയിലൊരിക്കൽ മലയാളം സിനിമയൊക്കെ കണ്ടു വളർന്നവരും ഇവരാണ് 2012 മുമ്പുള്ള ഭൂരിപക്ഷം പേരും. അവരൊരുപാട് വായിച്ചവരാണ്. വായനയും എഴുത്തുമായിരുന്നു അന്ന് വിദ്യാഭ്യാസ രീതി. പിന്നീട് 2012 ശേഷം സാമൂഹ്യ മാധ്യമങ്ങൾ സ്ട്രോങ് ആയതോടുകൂടി ഈ വായനക്കും എഴുത്തിനും പ്രാധാന്യം കുറയുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വായനയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള എഴുത്തിനും പ്രചാരം വരികയും ചെയ്തു. കൊറോണയോടെ കൂടി നമ്മൾ ആകെ മാറിയല്ലേ. കാരണം അതുവരെ കുട്ടികളിൽ നിന്ന് മൊബൈൽ നമ്മൾ ദൂരെ വെച്ചിരുന്നുവെങ്കിൽ കൊറോണയ്ക്ക് നമ്മൾ കുട്ടികളെ എടുത്ത് മൊബൈൽ കൊടുത്തിട്ട് പറയണം, ക്ലാസ് കാണുക, പഠിക്കുക, ഇതാ മൊബൈൽ എടുക്കുക എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു കൊറോണ കാലം. ഈ കൊറോണയ്ക്ക് ശേഷം വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും ശക്തമായി വന്നത് അപ്പോഴാണ്. ഇന്ന് കുട്ടികൾ എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് AI ആണ്. നമ്മൾ പോലും എന്താണ് വായിക്കേണ്ടത്, നമ്മുടെ താല്പര്യം എന്തായിരിക്കണം എന്ന് രൂപപ്പെടുത്തുന്നത് ഇത്തരം മൊബൈൽ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയാണ്. നമ്മളൊക്കെ ഒരു ഭാഗ്യം ചെയ്തവരാണ്. കാരണം മൊബൈൽ പ്രായോഗത്തിൽ വരുന്നതിന് മുമ്പേ ജനിച്ചവരും പ്രായപൂർത്തിയായതിനു ശേഷം മൊബൈൽ കയ്യിൽ കിട്ടിയവരുമാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിയാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മൊബൈൽ നേറ്റീവ്സായ 2012 ശേഷം ജനിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ജനിക്കുന്നത് തന്നെ മൊബൈലിലാണ്. ആദ്യത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവന് മൊബൈലാണ് കയ്യിൽ കൊടുക്കുന്നത്. അത് കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ TV കാണിച്ചുകൊണ്ടാണ്. ആദ്യമായി അവൻ മൊബൈലിൽ നോക്കുന്ന അവൻ്റെ താല്പര്യം, അവർ മെച്ചുവർ അല്ലാത്തൊരു പ്രായത്തിൽ അവൻ എന്താണോ താല്പര്യം അതവൻ കണ്ടു. പിന്നീട് അതേ വരൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമുക്ക് ഒരുപാട് ഫേസ്ബുക്ക് സുഹൃത്തുക്കളുണ്ട്, അതിലെല്ലാവർക്കും ഉണ്ടാവും. മുമ്പൊക്കെ എല്ലാ പോസ്റ്റുകളും, എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെ പോസ്റ്റും എനിക്ക് വായിക്കാൻ ലഭ്യമാവുമായിരുന്നു. ഇപ്പോൾ കാണുന്നേ ഇല്ല. തൊട്ട് മുമ്പേ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ ലൈക്ക് അടിച്ചാൽ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും.
എൻ്റെ രാഷ്ട്രീയ സ്വഭാവം മനസ്സിലാക്കിയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കുന്നുണ്ടോ, അതിലെ വീഡിയോ ആണെങ്കിൽ ഫുള്ള് കാണുന്നുണ്ടോ, അതിൽ സീ മോർ അല്ലെങ്കിൽ റീഡ് മോർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മുഴുവനായി വായിക്കുന്നുണ്ടോ, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് അവരുടെ മൊബൈൽ, നിങ്ങളുടെ മൊബൈൽ പലപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ടാവും, അതിലെ റീല് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അവർക്ക് വേണ്ടത് തന്നെയാണ് വരുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ മൊബൈലിൽ എന്താണ് കണ്ടതെന്ന് അതിലെ റീല് നോക്കിയാൽ മനസ്സിലാവും. അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നു, അവന് ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുന്നു. ക്ലാസ്സിലാണെങ്കിൽ അധ്യാപകർ അവന് ഇഷ്ടമുള്ളതേ പറയാൻ പാടുള്ളൂ, ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഇതിലെന്തെങ്കിലും ഒന്ന് മാറുമ്പോൾ വളരെ തീവ്രമായി അവൻ പ്രതികരിക്കുകയാണ്. കത്തിയെടുത്തിട്ട് അമ്മേനെ കുത്താൻ തുടങ്ങിയല്ലേ ഇപ്പം. കാരണം അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കേൾക്കാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മളെ ഒരു സ്കൂളിലെ വാർഷികമാണ് ഇവിടെ എത്ര പേര് കുട്ടികളുണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം അവർക്കറിയാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ സംസാരിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവനെ കേൾപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഇനി അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ അവൻ അവൻ്റെതായ രീതിയിൽ അവൻ്റെതായ വഴികളിലൂടെ മാത്രം മുന്നോട്ട് പോകും. ഈ ഒരു കുട്ടികളിലാണ് ഇപ്പോൾ അധ്യാപകർ ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവിടെയാണ്. അധ്യാപകർക്ക് പറയാനുള്ളതൊക്കെ മാഷ് പറഞ്ഞതുപോലെ കുറേ അറിവുകളും അത് ശാസ്ത്രബോധമായി വളർത്തുന്ന വിധത്തിലുള്ള ലാബ് വർക്കുകളും അതിൻ്റെ അക്കാദമിക് പ്രവർത്തനങ്ങളുമാണെങ്കിൽ കുട്ടിക്ക് വേണ്ടതൊന്നുമല്ല. അവന് വേണ്ടത് ചെറിയ 1 മിനിറ്റാണ് അവൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ. ഒരു സിനിമ പോലും പൂർണ്ണമായി കാണാനുള്ള ക്ഷമയില്ല. 1 മിനിറ്റുള്ള റീലാണ്, അതിൽ മണിക്കൂറുകളോളം ഇരിക്കും. 1 മണിക്കൂർ റീല് കണ്ടിട്ട് അവസാനം എന്താ കണ്ടെന്ന് വെച്ചാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ടൈം എൻഗേജ് ചെയ്യുക എന്ന രീതിയിലേക്ക് ഈ മൊബൈൽ സംവിധാനം കുട്ടികൾ വല്ലാതെ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ലഹരിയുടെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോഴും ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി സൈബർ അഡിക്ഷനാണ്. ബോധപൂർവമായി നമുക്ക് കുട്ടികളെ വായനയിലേക്ക് തിരിച്ചെത്തിക്കേണ്ടി വരും. അവരുടെ ചിന്തകൾക്ക് രൂപം കൊടുക്കേണ്ടി വരും. പലപ്പോഴും ഒരു ക്ലാസ് റൂമിൽ അവരുടെ എല്ലാ ചിന്തകൾക്കും അവരുടെ പോസ്റ്റ് മോഡേൺ ആയ ചിലപ്പോൾ ഈ ഒരു തലമുറക്കും മുകളിലുള്ള ചിന്തകൾക്ക് രൂപം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ സാധാരണ സംവിധാനങ്ങൾക്ക് പറ്റില്ല. അവിടെയാണ് സ്ട്രീം ലാബ് സംവിധാനത്തിൻ്റെ പ്രസക്തി. നമ്മൾ ലാബിൽ കണ്ടവരുണ്ടാവും, അതിലൊന്നും കാണാനില്ല അല്ലേ. സാധാരണ ലാബിൽ പോയ ഒരുപാട് കാണാനും ഒരുപാട് ടെസ്റ്റുകൾ ഒരുപാട് ഉപകരണങ്ങളും കെമിക്കൽസും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അവിടെയുള്ള ചെറിയ ഉപകരണങ്ങളൊക്കെ കട്ടിംഗ് പ്ലെയർ പോലെ സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള കുറേ സംവിധാനങ്ങൾ, 3D പ്രിൻ്ററൊക്കെ അവിടെയുണ്ട്. പിന്നെയുള്ളത് കുറേ ചെറിയ IC, ചെറിയ കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് പോലെയുള്ള സാധനങ്ങൾ, പിന്നെ കുറേ സെൻസർ ബോർഡുകളുണ്ട്, സ്മോക്ക് സെൻസർ ഉണ്ട്, സൗണ്ട് സെൻസർ ഉണ്ട്, വേണം കൈ കാണിച്ചാൽ സെൻസ് ചെയ്യുന്ന ടൈപ്പ് ബോർഡുകളാണ് ഉള്ളത്. ഒരു കുട്ടി ചിന്തിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ആശയങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ലാബ് പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാബ് ജില്ലയിൽ 15 ഉള്ളൂ. പക്ഷേ വൈകാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിനപ്പുറത്ത് മുഴുവൻ സ്കൂളുകളിലും ഇത്തരം ലാബ് സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ അറിവിന് വേണ്ടി ഒരു സ്കൂളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. ഇഷ്ടംമാതിരി യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പറയും സ്കൂളിലെ ക്ലാസ്സിനേക്കാൾ നല്ല ക്ലാസ് യൂട്യൂബിലുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്ലാസ്സുകളുണ്ട്, കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലും ഒരു ഗുണം അത്തരം പ്ലാറ്റ്ഫോമിൽ അവരെ എൻജോയ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടതനുസരിച്ചുള്ള ഭാഷ, അവർക്ക് വേണ്ട രീതിയിൽ സംസാരിക്കുന്നു. അവർക്ക് 1 മിനിറ്റേ ശ്രദ്ധിക്കാൻ പറ്റും. കാരണം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ സിനിമാ കഥകളും പാട്ടും ഒക്കെയാണ് പാടുന്നു. ഇപ്പോൾ കുട്ടികൾക്കനുസരിച്ചുള്ള ഒരുപാട് ചാനലുകളൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം അറിവിന് വേണ്ടി സ്കൂളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുട്ടികളെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അവരെങ്ങനെയായിരിക്കണം, നാളെ എങ്ങനെയായിരിക്കണം, അത് രൂപപ്പെടുത്താനുള്ള ഒരു ലാഭായിട്ട് ഇതിനെ കാണുകയാണ് വേണ്ടത്. അവരുടെ മനസ്സിലിപ്പോൾ ഒരു ആധുനികമായ ഒരു റോബോട്ടിക് ആശയമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള റോബോട്ടിക് ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. റോബോട്ട് എന്ന് പറയുന്ന ഒരു രൂപമാണ്. റോബോട്ടിക് ആശയം എന്ന് പറയുന്ന ഏത് കാര്യങ്ങളും പലതരത്തിലുള്ള റോബോട്ടുണ്ട്. മനുഷ്യരൂപത്തിലുള്ള റോബോട്ട് മാത്രമല്ല ഉള്ളത്, പ്ലേറ്റിൻ്റെ രൂപത്തിലുള്ള റോബോട്ടും പിന്നെ വടി പോലത്തെ റോബോട്ടും ഒക്കെ ഉണ്ട്. അതിൽ റോബോട്ടിക്കായ ഒരു ആശയം വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങൾ അവിടെയുണ്ട്. അവനവിടെ ചെല്ലാം, അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സ്വന്തമായി നിർമ്മിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖല നമുക്കറിയാം പ്രീ പ്രൈമറി മുതൽ +2 വരെയാണ്. അതിന് മുകളിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇത് രണ്ടും എപ്പോഴും രണ്ടായിട്ടാണ് പോകുന്നത്. നമുക്ക് 2 മന്ത്രിമാരാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വേറെയാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേറെയാണ്.
ഇത് രണ്ടും കൈകോർക്കുന്നു എന്നതാണ് ഈ സ്ട്രീം ഇക്കോ സിസ്റ്റം ലാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഉന്നത സാങ്കേതിക സർവകലാശാലയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള സാങ്കേതിക സർവകലാശാലയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവരുടെ ഉപകരണങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ വിദ്യാഭ്യാസം നേടുന്നത് സാമൂഹ്യമായ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സുഖിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കേട്ട് മുന്നോട്ട് പോവുകയും എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പറ്റാത്തത്, അവർ കേട്ട് ശീലമില്ലാത്തത് കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ മുൻ പരിചയം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത് അവർ ഡെസ്പാവുകയാണ്. ചിലപ്പോൾ ആത്മഹത്യയിലൊക്കെ പോകുന്നൊരു പ്രവണതയാണുള്ളത്. പകരം അത് തരണം ചെയ്യാനല്ല. നമ്മളൊക്കെ അങ്ങനെ തരണം ചെയ്ത് വന്നവരാണ്. നമ്മളൊക്കെ അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഒരു 10-1 പോലും ഇന്ന് കുട്ടി അനുഭവിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുക, സാമൂഹ്യമായ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു വിഷയമായിട്ടല്ല വരുന്നത്. അതിലെല്ലാ വിഷയങ്ങളും ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ പഠിപ്പിച്ച് ഫിസിക്സ് അധ്യാപകൻ ഫിസിക്സ് മാത്രവും, കെമിസ്ട്രി മാത്രവും, ഭാഷ അധ്യാപകൻ ഭാഷ മാത്രവും പഠിപ്പിക്കുന്നു. കുട്ടി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അവന് നേരിടുന്ന ഒരു പ്രശ്നത്തിൽ ഈ വിഷയങ്ങളൊന്നും കാണാനുണ്ടാവില്ല. ഇത് ഏത് വിഷയമാണെന്ന് വേർതിരിച്ചറിയാൻ പോലും പറ്റില്ല. അത്തരം കേസിൽ ഈ എല്ലാ വിഷയങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒന്നായി പഠിപ്പിക്കുക എന്ന രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രീം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്. അതിൽ സയൻസ്, ടെക്നോളജി, റോബോട്ടിക്സ് പോലെയുള്ള ആധുനിക പിന്നെ എൻജിനീയറിങ്, ആർട്സ്, മാത്സ്, ഇത്രയും വിഷയങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ശ്രേണിയായി മുന്നോട്ട് പോവുക, അതാണ് സ്ട്രീം എന്ന. ഇത് എല്ലാ സാധനങ്ങളും വന്ന് ഒരു ഒറ്റ ഒന്നായിട്ട് ഒഴുകുക ആണ് സ്ട്രീം എന്ന വാക്കിൻ്റെ അർത്ഥം. ആ ഒരു രീതിയിലുള്ള ലാബാണിത്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഗവേഷണ പ്രവർത്തനങ്ങളും സബ്ജക്റ്റ് തിരിച്ചിട്ടല്ല, എല്ലാ സബ്ജക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത സബ്ജക്റ്റുകളാണ്. അതിൽ കുട്ടികളെ എത്തിക്കാനും അവരുടെ ഗവേഷണ തൽപരത കൂട്ടുവാനും, എന്താണ് ഗവേഷണം, എന്താണ് അന്വേഷണം, ഒരറിവിനെ എങ്ങനെ ജ്ഞാനമായി മാറ്റാം, അത് സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ ഒരു രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷൻ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലാബ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. വളരെ വിലപിടിച്ച ഒരു ഉപകരണങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട്. 3D പ്രിൻ്റർ ഉണ്ടാവും. നമ്മളൊന്നും സാധനം പ്രിൻ്റർ കാണാതെ ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വരും. ഇത് 3D പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനായ ഒരു സാധനം നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു നല്ലൊരു കമ്മലിൻ്റെ ഡിസൈൻ നമുക്ക് വേണം. ഒരു കമ്മൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആ കമ്മലിൻ്റെ 3 ഡയമെൻഷനിൽ സ്കാൻ ചെയ്തൊരു ഒബ്ജക്റ്റ്, ഒരു മിറർ ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 ഡയമെൻഷനായ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. കമ്മലിൻ്റെ അതേ രൂപത്തിലൊരു സാധനം 3 ഡയമെൻഷനായി നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ മനസ്സിലുള്ള 3 ഡയമെൻഷനിലായ രൂപങ്ങൾക്ക് അതിന് പ്രായോഗികമായ കിട്ടുന്നത്, പക്ഷേ സ്വർണ്ണത്തിൻ്റെ ഷേപ്പിലൊന്നും അല്ലാണ്ട്, സ്വർണ്ണത്തിൻ്റെ ഒന്നും ആയിരിക്കില്ല, പ്ലാസ്റ്റിക്കിൻ്റെ സാധനം പ്രിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വലിയ 3D പ്രിൻ്ററൊക്കെ ഉണ്ട്. വീട്ടിൻ്റെ മിനിയേച്ചറൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു വീട്ടിൻ്റെ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വലിയ 3D പ്രിൻ്ററൊക്കെ ഉണ്ട്. ഇവിടെ അത്ര വലുതല്ല, താരതമ്യം ചെറുതാണ്. അപ്പം അത്തരം 3D പ്രിൻ്റർ പോലെയുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളൊക്കെ ഈ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ്. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് പരമാവധി ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. ക്ലാസ്സിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആദ്യം നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ലൈറ്റപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളെ വീട്ടിലൊക്കെയുള്ള കേടായ LED ബൾബ് കൊണ്ടുവന്ന്, നേരത്തെ പറഞ്ഞ പോലെ അറിവ് നമുക്കറിയാം, LED ബൾബ് 1 വർഷം വാറണ്ടി ഉണ്ടെന്നറിയാം, അതിൻ്റെ പൈസ അറിയാം, കമ്പനീൻ്റെ പേരൊക്കെ ബേഹറ്റാണ്. 1 വർഷം കഴിഞ്ഞ് പോയാൽ അത് കളയണമെന്നും നമുക്കറിയാം. ഇത് എവിടെ കളയണമെന്നോ അങ്ങനെ കളയണമെന്നോ നമുക്കറിയില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ LED ബൾബിൽ ചിലപ്പോൾ ഒരു ലൈറ്റാണ് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആണ് പോകുന്നത്. അത് റിപ്പയർ ചെയ്തുകൊണ്ട്, കത്താത്ത LED ബൾബ് എടുത്തു വന്നാൽ അത് റിപ്പയർ ചെയ്ത് തിരിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റാണ് ആദ്യത്തെ പ്രോഗ്രാമായിട്ട് ഇവിടെ ചെയ്യുന്നത്. മിക്കവാറും ഈ ആഴ്ച ചെയ്യും. അധ്യാപകർക്കും പരിശീലനം കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് LED ബൾബ് കേടായാൽ അവിടെയാണ് നമുക്കതിൻ്റെ ജ്ഞാനമില്ല, അറിവില്ല. നമ്മളിങ്ങനെ ഒരു വിവരം മാത്രമുണ്ട്, ഇത് കേടായാൽ കളയണം, ഇതെങ്ങനെ, ഇത് കളഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം, സാംസ്കാരിക അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നം നമുക്ക് അറിയേയില്ല, ചിന്തിക്കുന്നേ ഇല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സാമൂഹ്യമായ വിഷയങ്ങൾ ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ലാബ് ഈ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നാടിൻ്റെ ഈ ഒരു സബ് ജില്ലയുടെ ഒരു പൊതു സ്വത്തായി കണ്ട് മറ്റ് സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ വന്ന് ചെയ്യുന്ന വിധത്തിൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ പരമാവധി രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ ലൈറ്റ്സ് അപ്പ് പോലുള്ള പ്രകാരം രക്ഷിതാക്കളും കൊടുക്കാം. അത്ര പണിയൊന്നുമില്ല കേട്ടോ. അത് സാധനം എടുക്കുക, അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ചെയ്യുക, തിരിച്ച് കത്തിച്ചിട്ട് തിരിച്ചു പോവുക. ഇത്തരം പരിശീലനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സാമൂഹ്യ ബോധവൽക്കരണം ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഈ ലാബ് മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.
ഇനിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. എന്തായാലും വളരെ ഒരു നല്ല കാര്യത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു. ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ലാബ് സൗകര്യം അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിന് ലഭിച്ചു. ഞാൻ എൻ്റെ ഒരു സ്കൂൾ ജീവിതത്തിൽ, അതായത് അധ്യാപകനായി സ്കൂളിൽ ചേർന്നപ്പോൾ ആ സ്കൂളിലൊരു ലാബുണ്ടായിരുന്നു. ഇപ്പോൾ പുരുഷമാഷൊക്കെ പഠിപ്പിച്ച സ്കൂളാണ്. അപ്പോൾ ആ ലാബ് ഒരു നല്ലൊരു ക്ലാസ് മുറിയുടെ വലിപ്പമാണ്. പക്ഷെ ആ ലാബിൽ മഴക്കാലത്ത് എല്ലാ ആളുകളും അധ്യാപകർ കൊട തുറന്നു വെക്കുക, പിന്നെ ഈ അവരുടെ ബൈക്കിൽ വരുമ്പോൾ ഇട്ട കോട്ട് ഉണങ്ങാനിടുക. അതുപോലെ തന്നെ ആ ലാബ് നിറയെ സാധനങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്രമേള മറ്റ് കലാമേളയെല്ലാം കഴിഞ്ഞാൽ ഇതിൻ്റെ ആ വർഷം പ്രദർശിപ്പിച്ച് ആ പ്രോഡക്റ്റ് അവിടെ ഡംപ് ചെയ്യുക, അതിനുള്ളിൽ വെക്കുക. ഇങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം ചില അധ്യാപകർ ചില ടെസ്റ്റ് ട്യൂബും സാധനങ്ങളൊക്കെ കുട്ടികളെ വിട്ട് എടുപ്പിക്കും. ഈ പിന്നെ പരീക്ഷണ ക്ലാസ്സിൽ നടത്തിക്കഴിഞ്ഞാൽ അത് കഴുകാതെ കുട്ടികളെ കൊണ്ട് തന്നെ അതവിടെ കൊണ്ടാക്കും. അപ്പോൾ അടുത്ത ആരെങ്കിലും വന്ന് കോട്ട് ആറിയിടുമ്പോൾ അത് തട്ടി വീണ് പൊട്ടും. അപ്പം ഇങ്ങനെ ലാബ് വളരെ എന്താണ് ഒരു ചവറ്റുകൊട്ട പോലെ ആയിപ്പോയ ഒരു അവസ്ഥ. അന്ന് നമ്മളൊരു ബോർഡൊക്കെ അതിന് മുമ്പിൽ വെച്ചു, ലാബുകൾ സ്കൂളിൻ്റെ ഹൃദയമാണ്, അത് എപ്പോഴും ലൈവായിരിക്കണം, അതൊരു ചവറ്റുകൊട്ടയല്ല എന്നൊക്കെ എഴുതി വെച്ചു. അങ്ങനെ ആ ലാബിൽ ഞാൻ നോക്കി കുറേ അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്തു. ഈ അസ്ഥികൂടങ്ങളൊക്കെ എടുത്ത് നമ്മൾ നിർമ്മലരി കോളേജ് പ്രൊഫസർ അടുത്ത് പോയി ഈ അസ്ഥികൂടങ്ങളൊക്കെ പരിശോധിച്ചു. പഴയ അപ്പോൾ അദ്ദേഹം ഈ അസ്ഥികൂടങ്ങൾ ഇന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതോടൊപ്പം എങ്ങനെയാണ് ഇനി അസ്ഥികൂടങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ക്ലാസ്സൊക്കെ തന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ ലാബ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ വല്ല കമ്പ്യൂട്ടർ ലാബിലേക്ക് താമസം മാറ്റി. അവിടെയാണ് കുറച്ചുകൂടി ഒരു ഫെസിലിറ്റി ഒക്കെയുള്ള നല്ല കസേരയും നല്ല ഇതും കമ്പ്യൂട്ടറിലോടുള്ള താല്പര്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു ദിനേശ മാഷൊക്കെ. അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ കമ്പ്യൂട്ടർ ലാബ്, ഇപ്പം ലാബ് സൗകര്യം അതിലുള്ള ഡിജിറ്റൽ ലാബ് എന്നൊക്കെ വന്നപ്പോൾ അത് പോരാ. ഇപ്പോൾ കുട്ടികൾ ടച്ച് ആൻഡ് ഫീലായിട്ട് അനുഭവിച്ചിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ സ്റ്റാർസ് പ്രൊജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുസാറ്റിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന ഈ സ്ട്രീം ഹബ്ബ് എന്ന സയൻസ് ലാബ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല 20 ലക്ഷത്തോളം വരുന്ന ഉപകരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഇത് നമ്മുടെ കൊട തുറന്നു വെക്കാനുള്ള സ്ഥലമായി മാറില്ല, ഉറപ്പാണ്. കാരണം ഈ സ്കൂളിലെ അധ്യാപകർ അത് ഏറ്റെടുക്കും. ഇവിടെ നമുക്ക് അതിനുള്ള ട്രെയിനറുണ്ട്, കുസാറ്റ് തന്നെ ആളെ നിയമിച്ചിട്ടുണ്ട്. മാത്രമല്ല പാനൂർ സബ് ജില്ലയുടെ തന്നെ ഒരു ഹബ്ബാണ് എന്ന നിലയ്ക്ക് പാനൂർ സബ് ജില്ലയിലെ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ കുസാറ്റിൻ്റെ ട്രെയിനറോടൊക്കെ ആലോചിച്ച് തുടർന്ന് അധ്യാപക പരിശീലനവും അതുപോലെ കുട്ടികൾക്ക് ഇത് എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും ഈ ഉപകരണങ്ങൾ കാണാനും അത് ഉപയോഗിക്കാനൊക്കെയുള്ള അവസരം. ഇപ്പോൾ ശാസ്ത്രമേളകളിലൊക്കെ പ്രൊജക്റ്റുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ, ടൂളുകൾ ഒക്കെ ഈ ലാബിലുണ്ട് എന്നാണ് കരുതുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരിപാടികളുമായി തുടർന്നു പോകും. അതുപോലെ SSK പല കാര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു വേസ്റ്റ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം. അത്തരത്തിൽ അത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഈ ലാബിലൂടെ പ്രവർത്തിപ്പിച്ച് അതിന് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഒരുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്. എന്തായാലും SSKയുടെ ഈ സതുദ്യമം ARSന്റെ കൈകളിലൂടെ പാനൂർ സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പകർന്നു നൽകുന്ന ഒരു മഹത്തായ പരിപാടിയായി സ്ട്രീം ഹബ്ബ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആ സ്ട്രീമിൻ്റെ അക്ഷരത്തിൽ അതിൻ്റെ അബ്രിവേഷൻ എന്ന നിലയ്ക്ക് ഇപ്പം അത് പറയുന്നില്ലെങ്കിലും അതിൽ സയൻസും ടെക്നോളജിയും റോബോട്ടിക്സും എൻജിനീയറിങ്ങും ആർട്സും മാത്സും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് സ്ട്രീം എന്നുള്ള വാക്കുണ്ടായത്. എന്തായാലും സ്ട്രീം ലേണിംഗ് ഹബ്ബാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ പാനൂർ സബ് ജില്ലയിൽ അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം നമുക്ക് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആശംസിച്ചുകൊണ്ട്
ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇനി നമ്മുടെ വാർഷിക പരിപാടി ഇവിടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ തന്നെ ഈ ലാബിൻ്റെ ഉദ്ഘാടനം വെച്ചതിൽ എന്തായാലും നല്ല കാര്യം. അപ്പോൾ സന്തോഷം നിറഞ്ഞ ഈ ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്ട്രീം എക്കോസിസ്റ്റത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ ഒരുപാട് സംസാരങ്ങളും നടന്നു കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങളൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സങ്കല്പത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഒരു പ്രത്യേക വിഭാഗമായിട്ടും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർവകലാശാല, കോളേജ് ഇതൊക്കെ ചേർന്ന ഉന്നത വിദ്യാഭ്യാസത്തെ മറ്റൊരു വിഭാഗവുമായിട്ടാണ് നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. അതിൽ ചെറിയൊരു മാറ്റം, അല്ലെങ്കിൽ അതിൽ ആ ഒരു സമീപനത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു ഉയർന്ന നിലവാരത്തിലുള്ള സമീപനമാണ് സ്ട്രീം മുന്നോട്ട് വെക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പും മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും കൈകോർത്തുകൊണ്ടുള്ള ഒരു ജോയിൻ്റ് വെഞ്ചറായിട്ടാണ് സ്ട്രീം എക്കോസിസ്റ്റം എന്ന് പറയുന്ന ആ സമീപനം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഇവിടെ കൈകോർത്ത് മുന്നോട്ട് പോകുന്ന സംവിധാനം എന്ന് പറയുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. ആ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി CSIS എന്ന് പറയുന്ന ആ സംവിധാനമാണ് സ്ട്രീം എക്കോസിസ്റ്റം പോലുള്ള ആ മെത്തഡോളജി, ആ ഒരു രീതിശാസ്ത്രം നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രീം ഹബ്ബ് രൂപവൽക്കരിക്കുകയും നമ്മളും അവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനം ആണത്. ഇപ്പോൾ നേരത്തെ ബൈജു മാഷ് പിന്നെ ഒരു തുടക്കമിട്ട് എന്താണ് സ്ട്രീം? സ്റ്റെം എഡ്യൂക്കേഷൻ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ് സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, മാത്തമെറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെം എഡ്യൂക്കേഷനിൽ നിന്നും സ്ട്രീമിലേക്ക് വരുമ്പോൾ അവിടെ റോബോട്ടിക്സ് അഥവാ റിസർച്ച് വരുന്നു, ഒപ്പം ആർട്സ് കൂടി വരുന്നു, മാനവിക വിഷയങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മൾ ഓരോ വിഷയത്തെയും ഓരോ പ്രത്യേക വിഷയങ്ങളായിട്ട് പഠിക്കുന്നതിന് പകരം പല വിഷയങ്ങളെയും ഒന്നിച്ച് ഒരു സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് ഒരു ഒഴുക്കാക്കി മാറ്റുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ പല വിഷയങ്ങളെയും ഉപയോഗിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും നമ്മൾ മറ്റ് പല ജീവിത സാഹചര്യത്തിൽ അടുക്കളയിൽ പോലും നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾ ഉപയോഗിക്കുന്നു. നന്നായിട്ട് ഉപയോഗിക്കുന്നു രസതന്ത്രം അടുക്കളയിൽ. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണോ പല വിഷയങ്ങളും ഒന്നിച്ചു വരുന്നത്, അതേ മെത്തേഡ് ആണ് സ്ട്രീം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ 4 ജില്ലകളിലാണ് സ്ട്രീം എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പൈലറ്റ് പ്രോഗ്രാമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കണ്ണൂർ ജില്ലയുണ്ട്, അതോടൊപ്പം ആലപ്പുഴ ജില്ലയുണ്ട്, എറണാകുളം, പാലക്കാട്. ഭാവിയിൽ മറ്റു ജില്ലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കും. അപ്പോൾ ഇതൊരു ഹബ്ബായിട്ടാണ് നിൽക്കുന്നത്. ഹബ്ബ് എന്ന് പറയുന്നത് ഒരു വിജ്ഞാനത്തിൻ്റെ ഹബ്ബാണ്. സ്ട്രീം നിലനിൽക്കുന്ന വിദ്യാലയത്തോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധർ, അങ്ങനെയുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള. അവരെയൊക്കെ ഈ ഹബിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് ഒരു അക്കാഡമിക് സമിതി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കുസാറ്റ് തന്നെ നേരിട്ട് നിയമിക്കുന്ന സ്ട്രീം എക്സ്പെർട്ട് കൂടിയുണ്ട്. ആ സ്ട്രീം എക്സ്പെർട്ടിൻ്റെ സന്ദർശനം ഇവിടെ ആഴ്ചകൾ തോറും ഉണ്ടായിരിക്കും. ആ സ്ട്രീം എക്സ്പെർട്ടിൻ്റെ നേതൃത്വത്തിൽ ചില കുസാറ്റും അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര ശിക്ഷയും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചില മൊഡ്യൂളുകൾ, ചില പദ്ധതികൾ ഒക്കെ നമ്മളിവിടെ നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും
അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ള പഠന പ്രോഗ്രാമുകൾ സ്വതന്ത്രമായിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരവസരമാണ്. പലപ്പോഴും വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ഹബ്ബുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് വെറും ഒരു ശാസ്ത്ര പഠനം എന്നത് മാത്രം ലക്ഷ്യമാക്കിയല്ല, ശാസ്ത്ര പഠനത്തിനേക്കാൾ ഉപരിയായി എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുവട്ടത്തുമുള്ള മറ്റ് ചില വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഈ സ്ട്രീം ഹബ്ബ് എന്നുള്ള രീതിയിൽ അതിന് നാമധേയം, അങ്ങനെ ഒരു പേര് പോലും നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ കേരളയും വിഭാവനം ചെയ്തിരിക്കുന്ന സ്ട്രീം ഹബ്ബ് എന്താണോ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുട്ടികൾ സ്വതന്ത്രമായിട്ട് നേരത്തെ രവീന്ദ്ര മാഷ് പറയുന്ന സമയത്ത് കുട്ടികളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല. ആ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണവുമായി അവർ ഈ ഹബ്ബുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അതിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെ മറ്റ് പല പ്രോജക്റ്റുകളും ഒക്കെ ഇത് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറണം. അതിനവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ ഈ ഹബ്ബ് മാറണം. അങ്ങനെ അവർ നിർമ്മിക്കുന്ന വിജ്ഞാനം ഇവിടെ നിന്ന് രൂപപ്പെടണം. നമ്മുടെ വിദ്യാർത്ഥികൾ സ്വയം നിർമ്മിക്കുന്ന ഒരു വിജ്ഞാനം, അവരുടെ സ്വന്തമായിട്ടുള്ള വിജ്ഞാനം ഇവിടുന്ന് രൂപപ്പെടണം. അല്ലാതെ നമ്മൾ പരമ്പരാഗതമായിട്ട് വരുന്ന പഠന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നവീനമായിട്ടുള്ള പഠന രീതി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പഠന രീതിക്ക് ഏറ്റവും ഇപ്പം നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ സ്ട്രീം ഹബ്ബുകൾ, സ്ട്രീം കേന്ദ്രീകരിച്ച് സ്ട്രീം മുന്നോട്ട് വെക്കുന്ന 45 പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ 45 പ്രോജക്റ്റുകളും കുട്ടികൾ അവരുടെ വിദ്യാലയങ്ങളിലെ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ, പാഠഭാഗത്തിലെ ഏതെങ്കിലും പ്രശ്നത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ പ്രോജക്റ്റുകളാണ്. ഈ പ്രോജക്റ്റുകൾ പലതും കുട്ടികൾ ചെയ്തു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോഴേക്കും അത് ചില പഞ്ചായത്തുകൾ ഏറ്റെടുത്തു, അതുപോലെ തന്നെ ചില മുനിസിപ്പാലിറ്റികൾ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ എപ്പോഴും നമ്മുടെ പഠനം എന്ന് പറയുന്നത് സാമൂഹിക പ്രശ്നത്തെയും സോഷ്യൽ ഇഷ്യൂവിനെയും അഡ്രസ്സ് ചെയ്യുന്നതായി മാറണം. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി ഉപകരിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ലേണിംഗ് ഹബ്ബായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ നമ്മുടെ സ്ട്രീം ഹബ്ബിൻ്റെ ഉദ്ഘാടന ക്രമത്തിൽ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്ട്രീം ഹബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിൽ എല്ലാ സബ് ജില്ലയിലും ഗവൺമെൻറ് സ്കൂളുകൾക്കായിരുന്നു നമ്മൾ ഈ സ്ട്രീം ഹബ്ബ് അനുവദിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സബ് ജില്ലയിൽ പാനൂര് ഗവൺമെൻറ് സ്കൂൾ ഇല്ലാതിരിക്കുകയും ഒരു സബ് ജില്ലക്ക് മാത്രം ഹബ്ബ് സ്കൂൾ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ പ്രത്യേക ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമുക്കിവിടെ ഇന്ന് ഈ ഒരു തരത്തിലുള്ള ഒരു ഹബ്ബ് സെൻറ്റർ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ സബ് ജില്ലയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഇതിൻ്റെ ഉപകാരം ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രീം ഹബ്ബിൻ്റെ പാരലലായി തന്നെ നമ്മുടെ സബ് ജില്ലയിൽ 9ഓളം സ്കൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് 3 പ്രൊജക്റ്റുകൾ, കുസാറ്റിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ 3 പ്രൊജക്റ്റുകൾ 9 സ്കൂളിലെ കുട്ടികൾ പൂർത്തീകരിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ അതിൻ്റെ ജനകീയ സമർപ്പണം മാത്രമാണ് ബാക്കിയാവുന്നത്. തുടർന്ന് വരുന്ന വർഷങ്ങളിലും മറ്റുള്ള സ്കൂളുകൾക്ക് കൂടി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നടപ്പിലാക്കുകയും ചെയ്യും. അതേപോലെ നമ്മുടെ ഈ ബഹുമാന്യനായ രവീന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ ഇൻഫർമേഷനിൽ നിന്ന് നോളജിലേക്ക് എത്താൻ സഹായിക്കുന്ന തരത്തിൽ സബ് ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും ഇതിൻ്റെ ഉപയോഗം കിട്ടുന്നതിൽ അതിനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇവിടെ സ്ട്രീം ഹബിനെ കുറിച്ച് എല്ലാവരും വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ജില്ലയിൽ സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു സ്ട്രീം ഹബ്ബ് ഏത് സ്കൂളിലാണ്
നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് ഇത് തയ്യാറാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയൊരു ചർച്ച കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. നമുക്കറിയാം, നേരത്തെ സിമി ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ സബ് ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളുകൾ, സൗകര്യമുള്ള ഗവൺമെൻറ് സ്കൂളുകൾ ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീം ഹബ്ബ് നമ്മുടെ സബ് ജില്ലയിൽ നിന്ന് ഇല്ലാതാകുമോ എന്നുള്ളൊരു വലിയൊരു പ്രയാസം നേരിടുന്ന സമയത്ത് ഞാനും എയ്യോ ബൈജു സാറൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ സബ് ജില്ലയിൽ എയ്ഡഡ് സ്കൂളിൽ ഈ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുന്ന സ്കൂളുകളോട് അവരുടെ റിക്വയർമെൻ്റ് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ പല സ്കൂളുകളും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും ഇതിനാവശ്യമായ ഭൗതിക സാഹചര്യം മിക്ക സ്കൂളുകളിലും ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് അബ്ദുറഹ്മാൻ സ്മാരക യു പി സ്കൂള് ഇവിടുത്തെ മാനേജർ ദിനേശൻ സാറ് ഇതിന് വേണ്ട, നിങ്ങൾക്ക് ഏത് അവസരത്തിലാണോ ഇത് ആവശ്യമായി വരുന്നത് അപ്പോഴത്തേക്ക് കൃത്യമായ രീതിയിൽ ഇതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് അറിയിക്കുകയും അത് ജില്ലയുമായി ആ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നതിന് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ അത് സ്റ്റേറ്റുമായി ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഗവൺമെൻറ് സ്കൂളുകൾക്ക് മാത്രം കൊടുത്തു വന്ന ഈ ഒരു സ്ട്രീം ഹബ്ബ് പ്രോജക്റ്റ് ഒരു എയ്ഡഡ് സ്കൂളായ ഈ സ്കൂളിന് കിട്ടാൻ വേണ്ടി കാരണമായത്. ഏതായാലും നമുക്കറിയാം, അക്കാദമിക തലത്തിലും അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യത്തിലും ഒക്കെ ഏറെ മുന്നിട്ട് നിൽക്കുന്ന പാനൂർ സബ് ജില്ലയിലെ ഒരു ഏറ്റവും നല്ല വിദ്യാലയമാണ് അബ്ദുറഹ്മാൻ സ്മാരക യു പി സ്കൂള്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു സ്ട്രീം ഹബ്ബ് പ്രവർത്തനം നടത്താൻ ഇവർക്ക് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമീപത്തുള്ള എല്ലാ സ്കൂളുകളും ഈ ഒരു സ്ട്രീം ഹബ്ബ് പരമാവധി ഉപയോഗപ്പെടുത്തുക. കുട്ടികൾക്ക് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ സ്കൂളുകാർ സന്നദ്ധരാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. ഒരു ശാസ്ത്ര ലാബ് എന്നതിനപ്പുറം ഒരു ഹബ്ബ്, സബ് ജില്ലയിലെ ഒരു ഹബ്ബ് എന്നുള്ളതിൽ ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉപയോഗം ഈ സ്കൂളിന് മാത്രമല്ല എന്നുള്ളതിൽ വളരെ സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ എനിക്കും നമ്മൾക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുന്നതോടൊപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സർപ്രൈസ് അടുത്ത വാർഷികത്തിൽ നിങ്ങൾക്ക് തുറന്നു നൽകപ്പെടുമെന്ന ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്പെട്ടവരെ നമസ്കാരം. അങ്ങനെ നമ്മുടെ ലാബിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു നാടിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ കാലം കഴിയുന്തോറും അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ലാബ്. വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അവർക്ക് ഉയർന്നു വരാനും ഉതകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ലാബ്. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. കൂടാതെ അനേകം വിദ്യാർത്ഥികൾക്ക് നിറശോഭയോടെ എല്ലാ കാലവും അറിവ് നൽകാൻ ഈ ലാബിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് സാർ, AU സാർ, BPC സിമി ടീച്ചർ, BPC വിനോദ്, സബിത്ത്, ദിനേശൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് മുസ്തഫ സാർ, പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ട്രീം ഹബ്ബ് എന്ന പേര് കേട്ട് ഞെട്ടുകയെന്നും വേണ്ട. നമ്മുടെ പാനൂർ ഉപജില്ലയിലെ LP കുട്ടികൾ മുതൽ +1, 2 കുട്ടികൾക്ക് വരെ ഗവേഷണം നടത്താനും സാങ്കേതികപരമായ പരിശീലനം നേടാനുള്ള ഒരു സ്ഥാപനം. മുഴുവൻ സ്കൂളിലെ കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നടത്താൻ കഴിയും. എന്നുവെച്ചാൽ അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത് വളരെ വിലപിടിപ്പുള്ള, വളരെ ഏറ്റവും മികച്ച വസ്തുക്കൾ ഇവിടെയുണ്ട്.
ഏറ്റവും മികച്ച നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധാരണ നമ്മൾ ലാബിൽ കാണാത്തതിന് അപ്പുറത്തുള്ള കുറേ ഉപകരണങ്ങൾ, വളരെ മൈന്യൂട്ടായ ചെറിയ ഉപകരണങ്ങൾ വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള പരിശീലനം സംഘടിപ്പിക്കാൻ പറ്റും. നമ്മൾ രക്ഷിതാക്കളോട് ഒരു കാര്യം പറയുമ്പോൾ ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ശരിക്ക് BPC അല്ലെങ്കിൽ പാനൂർ BRCയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പേർട്ട് ഉണ്ട് പരിശീലനം നൽകാൻ, കുട്ടികൾക്ക് പരിശീലനം നൽകാൻ എക്സ്പേർട്ടായ ഒരാളിവിടെ ഉണ്ട്. ബിടെക് കഴിഞ്ഞ ഒരാൾ, അവരാണ് പരിശീലനം നൽകുക. പക്ഷേ ഇതിൻ്റെ വിഷയം എന്താ വരുന്നത് വെച്ചാൽ പരിശീലനം മാസാമാസം അത് പുതിയ പരിശീലനങ്ങളൊക്കെ തീരുമാനിക്കപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ പരിശീലനത്തിൽ വിവിധ ഹൈസ്കൂളിൽ നിന്നുള്ള കുട്ടികളെ പരിശീലനത്തിന് ക്ഷണിച്ചപ്പോൾ വന്നത് 9 കുട്ടികൾ മാത്രമാണ് വന്നത്. ഒരു സ്കൂളിൽ നിന്ന് 5 കുട്ടികൾ വന്നു, നമ്മുടെ അടുത്തുള്ള ഹൈസ്കൂളിൽ നിന്ന്. മറ്റു സ്കൂളിൽ നിന്നൊക്കെ 1-2 കുട്ടികളാണ് വന്നത്. അതല്ല 30 കുട്ടികൾക്ക് ഒന്നിച്ച് പരിശീലനം നടത്താനുള്ള സൗകര്യമുണ്ട്. അതിൽ കൂടുതലും പറ്റും, പക്ഷെ 30 കുട്ടികൾക്കാണ് ശരിയായത്. അപ്പോൾ ആ 30 കുട്ടികളും ഇത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എൻ്റെ കർത്തവ്യം ഇവിടെ നന്ദി പറയുക എന്നതാണ്. ഈ തിരക്കിനിടയിൽ, കാരണം ധാരാളം ഇപ്പോൾ സ്കൂളുകളിൽ പിന്നെ വാർഷികാഘോഷങ്ങളുടെ ഒക്കെ തിരക്കാണ്, പഞ്ചായത്തിലും മറ്റൊക്കെ തിരക്കായിട്ടും നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ഓടി വന്ന നമ്മുടെ കുന്നോത്തുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാറിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അതിലൊക്കെ പ്രധാനം നമ്മൾ ആരാണൊരു മാഷ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അവസാനം വരെ മാഷ് എന്ന് വിളിക്കുന്നത്? വളരെ കുറച്ചാളെ ഉണ്ടാവും. ശിഷ്യന്മാർ വിളിക്കുകയായിരിക്കും, എല്ലാ മാഷന്മാരെയും ശിഷ്യന്മാർ മാഷ് എന്ന് വിളിക്കും. പക്ഷേ ലോകം മുഴുവൻ മാഷ് എന്ന് വിളിക്കുന്നത് വളരെ അപൂർവയാളുണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് രവീന്ദ്രനാഥ് സാർ. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം കാണുന്നവരൊക്കെ കുട്ടികളാണ്. അത്രയും എങ്ങനെയാണോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുപോലെ ഓരോ കാര്യവും പറഞ്ഞു വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും വളരെ ദൂരെ നിന്ന് നമ്മുടെ ദിനേശൻ മാഷയുടെ പ്രത്യേക ഇത് കൊണ്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനും വളരെ മനോഹരമായി ഇവിടെ സംസാരിക്കുകയും വളരെ ഹൃദ്യമായി പെരുമാറുകയും നമുക്ക് പിന്നെ ഈ ഹബ്ബ് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെന്ന രവീന്ദ്രനാഥ് സാറിനും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായ മാനേജർ ദിനേശൻ മാസ്റ്റർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ പദ്ധതി ഇവിടെ വിശദീകരിച്ച നമ്മുടെ കണ്ണൂർ ജില്ലാ DPC അദ്ദേഹമാണ് ഇതിൻ്റെ സർവശിക്ഷാ അഭിയാന്റെ മേധാവി. അദ്ദേഹത്തിനും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഹബ്ബ് ഉദ്ഘാടനത്തിന് അദ്ദേഹം വരേണ്ട ആവശ്യമില്ല, പക്ഷേ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു. അതൊക്കെ അവരുടെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ സബിത്ത് സാറ് ഇതിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് SSKയുടെ, അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പാനൂർ DPC ആയിട്ടുള്ള സിമി ടീച്ചറാണ്. സിമി ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. മറ്റു പ്രത്യേകം ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ ഹബ്ബ് ഇവിടെ വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കും. ദിനേശൻ മാഷ് ആയിക്കോട്ടെ, എന്നെ ആയിക്കോട്ടെ അറിയിക്കുകയും എല്ലാ പിന്തുണയും തന്നത് മുൻ BPC ആയിരുന്ന അബ്ദുൽ മുനീർ സാറാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇവിടെ നമുക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ച നമ്മുടെ PTA പ്രസിഡന്റ് മുസ്തഫയ്ക്കാണ്. ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും എല്ലാവിധ പിന്തുണയും നൽകുന്ന, എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന മുസ്തഫ മുതുവന സാറിനും അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ മാനേജ്മെന്റ് പ്രതിനിധിയായ ജയരാജ് ഏട്ടനും ഇവിടെ സ്കൂളിൻ്റെ ലാബ് ഇൻചാർജ് വിഷ്ണുകുമാറിനും എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക്, ഈ പരിപാടി വീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.